രാജീവ് തൊട്ടതെല്ലാം പൊന്നാക്കിയ ആളല്ലേ. അയാളിപ്പം ഇന്ത്യയിൽ ജോലി ചെയ്താണെങ്കിലും പിന്നെ BPL മൊബൈൽ തുടങ്ങിയത്, മൊബൈൽ കമ്പനിയാണ് അങ്ങനെ തുടങ്ങിയത്. അതാണെങ്കിലും അതിനുശേഷം അത് വൈൻഡപ്പ് ചെയ്തിട്ട് ഇവിടെ ഏഷ്യാനെറ്റ് ജൂപ്പിറ്റർ വെഞ്ചർ ക്യാപിറ്റൽ തുടങ്ങിയാണെങ്കിലും ഏഷ്യാനെറ്റിൽ അത് ഇൻവെസ്റ്റ് ചെയ്താണെങ്കിലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കർണാടക പോലെ ഭയങ്കര പ്രാദേശികമുള്ള സ്ഥലത്ത് പോയിട്ട് മലയാളി അയാളെ MP ആവും. പിന്നെ BJPയുടെ മിനിസ്ട്രിയിൽ അയാൾ വന്ന് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു മാൻ ഓഫ് ആക്ഷനാണ് രാജീവ്. ഈസ് എ മാൻ ഓഫ് വേർഡ്സ്. രാജീവ് ഈസ് എ മാൻ ഓഫ് ആക്ഷൻ. അപ്പൊ നമുക്ക് രാജീവ് മാൻ ഓഫ് വേർഡിനെക്കാളും നല്ലത്, വർത്തമാനം പറയുന്ന ഒരാളെക്കാളും നല്ലത് നമുക്ക് കാര്യങ്ങൾ നടത്തി തരുന്ന ഒരാൾ. ഇപ്പം തന്നെ ഈ തീരപ്രദേശ മേഖലയിലെ വോട്ടാണല്ലോ അയാളെ തോൽപ്പിക്കുന്നത്, BJPയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അയാൾ ഓൾറെഡി പുലിമുട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ക്രിയാത്മകമായി ഇടപെട്ട് കഴിഞ്ഞു. നമുക്ക് സ്പെസിഫിക് പ്ലാനുണ്ട് എന്ത് ചെയ്യണം.